ഹലോ, നമ്മുടെയൊക്കെ വീട്ടിൽ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അതിൽ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള മീൻ കഷ്ണങ്ങളും അതുപോലെ നല്ല മസാലയും ഓരോ അരിമണിയിലും നിറഞ്ഞു നിൽക്കുന്ന ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവറും കൂടെ ആയാലോ പിന്നെ പറയേണ്ടതില്ല. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു കിങ് ഫിഷ് ബിരിയാണിയാണ്. നല്ല മസാല ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മളുടെ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാക്സിമം അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിലേക്ക് ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെമണിൻ്റെ ജ്യൂസ് എല്ലായിടത്തും എല്ലാ ഫിഷിലും ആവുന്ന രീതിയിൽ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഫിഷിൻ്റെ ഓരോ കഷ്ണത്തിലും നന്നായിട്ട് കോട്ടാകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഫിഷിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 10 to 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫിഷ് മാരിനേറ്റ് ആയിരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. ഇന്ന് കുറച്ച് എക്സ്ട്രാ മസാല വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കേണ്ടത്. ഞാൻ 7 ഉള്ളിയും 3 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ സോക്ക് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട് പിന്നെ മല്ലിച്ചപ്പ് പുതിന എന്നിവ ചേർത്തിട്ട് ഞാനൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കുഞ്ഞുള്ളി പിന്നെ പച്ചമുളകും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് കംപ്ലീറ്റ്ലി ക്രിസ്പി ആക്കേണ്ട ആവശ്യമില്ല. പുറം ഭാഗം ഒന്ന് ഗോൾഡൻ കളറായി ഫിഷ് ഏകദേശം ഒന്ന് കുക്ക്ഡായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ കെയർഫുള്ളി ഒന്ന് ടേൺ ചെയ്ത് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ഫിഷ് പീസും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും ഒന്ന് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നമ്മൾ നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കണം. പക്ഷേ ഓവർ ഫ്രൈ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നമ്മൾ ചെയ്താൽ മതി. ഇതേപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ഉള്ളി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഓയിൽ മാക്സിമം കളഞ്ഞിട്ട് എടുക്കുക, എന്നാലും ഇതിൽ ഓയിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ ഇട്ട് കൊടുത്തേക്ക് തന്നെ ഇളക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കുന്നുള്ളൂ. തക്കാളി ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം.
റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് നാരങ്ങൻ്റെ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലെ വെള്ളം വറ്റുന്നത് വരെ, ഇപ്പോൾ റൈസിലുണ്ടായിരുന്ന ആ വെള്ളം വറ്റുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് കുക്കാവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചുടുവെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ റൈസ് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. ഞാൻ സോക്ക് ചെയ്ത റൈസ് ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കാറ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് സോട്ടായതിന് ശേഷം ഇതും നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു ബിരിയാണി പോട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയും തക്കാളിയും സോട്ട് ചെയ്ത ഓയിലില്ലേ, അതൊന്ന് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവയുടെയൊക്കെ റോ സ്മെല്ല് മാറുന്നത് വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയനും ടൊമാറ്റോ ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഏകദേശം 1-2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. മസാല ഒന്ന് നല്ലതുപോലെ റോസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാഷ്യോ, മല്ലിച്ചപ്പ്, പുതിനയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ സമയം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പേസ്റ്റിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് യോഗേർട്ട് ചേർത്ത് കൊടുക്കണം. യോഗേർട്ട് ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല നല്ല ക്രീമി ആയിട്ട് അതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഫിഷ് മുഴുവനും മസാലയുടെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർക്കുമ്പോൾ ഫിഷ് പീസ് പൊട്ടാതെ വളരെ കെയർഫുള്ളായിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മുഴുവൻ റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി പോട്ട് ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തതിന് ശേഷം ലിഡ് വെച്ച് അടച്ചു വെക്കാം. ഇനി നമുക്കിത് ദം കുക്ക് ചെയ്യണം. അപ്പോൾ പോട്ട് നേരിട്ട് ഫ്ലെയിമിൽ വെക്കാതെ പകരം താഴെ ഒരു തവയോ അല്ലെങ്കിൽ തിക്ക് പാനൊക്കെ വെച്ചതിന് ശേഷം മുകളിൽ ബിരിയാണി പോട്ട് വെച്ചിട്ട് വേവിക്കാം. ഇത് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ദം ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പോട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ബിരിയാണി പോട്ട് ഓപ്പൺ ആക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലെ റൈസൊക്കെ നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഫിഷ് പീസസ് ഒക്കെ പൊട്ടാതെ ശ്രദ്ധിക്കണം. ഫിഷ് പീസസ് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ഫിഷൊക്കെ സെപ്പറേറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ റൈസും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
റൈസ് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിഷൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ചോ 2-3 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള മസാലയും അതുപോലെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുള്ള റൈസും അതോടൊപ്പം തന്നെ ജ്യൂസി ആയിട്ടുള്ള ഫ്രൈഡ് ഫിഷും കൂടെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.